ആത്തിക്കു ഐഷുക്കു എന്ത് സ്റ്റിക്കറാവും? സ്റ്റാർബക്സിന്റെ കുപ്പിന്റെ സ്റ്റിക്കറാവും. എനിക്ക് ഓക്കെ. വിഷാൻക്ക് ഇത് സ്റ്റിക്കറാക്കി തരട്ടാ? എന്ത് സ്റ്റിക്കറാവും? ഒരു സ്പൈഡർമാൻ ഒരു റെയിൻബോ. സ്പൈഡർമാൻ ഒരു റെയിൻബോ. ഓക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിക്കറാക്കാന്ന് വെച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതാക്കിയിട്ട് കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ ആത്തിനോടും ഐഷുനോടും റിഷാനോടും എല്ലാം കേട്ടിട്ട് ഞാൻ ഓർക്ക് ഇഷ്ടപ്പെട്ടതാക്കാന്ന് വെച്ചിട്ട് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ ഈസീൻ്റെ തുടങ്ങുന്നത് റെയിൻബോൻ്റെതാക്കി. എന്നിട്ട് അത് ഞാൻ ഗൂഗിളിൽ നിന്ന് പിക്ചർ നോക്കിയിട്ട് അത് നോക്കിയിട്ട് വരയ്ക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് റെയിൻബോ വരച്ച്, പിന്നെ സ്പൈഡർമാൻ വരച്ച്, ഐസ്ക്രീം, പിന്നെ സ്റ്റാർബക്സിൻ്റെ കപ്പ് വരച്ച്, അങ്ങനെയെല്ലാം വരച്ച് എന്നിട്ടായിട്ട് ഞാൻ അതിലേക്ക് കളർ കൊടുക്കാൻ കഴിഞ്ഞു. ഇത് കാലി ഒരു പ്ലെയിൻ A4 ഷീറ്റിൽ വരച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ സ്കെച്ചിൽ കളറാക്കുന്നത്. ഓക്കെ, അങ്ങനെ അതാക്കിയിട്ടായിട്ട് അതിനെ കട്ടാക്കാം. അങ്ങനെ എല്ലാത്തിലേക്കും കളറാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ സ്പൈഡർമാൻ വരച്ചത് കണ്ടിട്ട് ചിരിക്കണ്ട, എന്നെക്കൊണ്ട് പറ്റുന്നത് അത്രയാണ്. അങ്ങനെ അത്ര കളറെല്ലാം കൊടുത്തിട്ടായിട്ട് പിന്നെ ഞാൻ ചെറിയ പോയിൻ്റുള്ള കാലിഗ്രാഫി പെന്നിൽ എല്ലാത്തിനും ട്രേസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഔട്ട്ലൈൻ എല്ലാം വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. 2 ഐസ്ക്രീം, ഒരു സ്റ്റാർബക്സിൻ്റെ കപ്പ്, പിന്നെ സ്പൈഡർമാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കട്ടാക്കാം. കട്ടാക്കുമ്പോഴൊക്കെ ഇല്ലേ അതിൻ്റെ കറക്റ്റ് അതേയിൽ കട്ടാക്കാൻ കഴിയില്ല. ഈ വൈറ്റ് A4 പേപ്പർ സൈഡ് കാണുന്ന പോലായിട്ട് എന്താ ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കില്ലേ, അങ്ങനെ ആയിട്ട് കുറച്ച് കട്ടാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം ഇങ്ങനെ സ്റ്റിക്കറിന് ആവശ്യമുള്ള എല്ലാം വരച്ചിട്ട് അതെല്ലാം സെയിം രീതിയിൽ തന്നെ കട്ടാക്കി കൊടുക്കാം. കണ്ടില്ലേ, അങ്ങനെ കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വേണം നമ്മളെ മെയിൻ ഐറ്റം പ്ലാസ്റ്ററിൻ്റെ നല്ല സ്റ്റിക്കി സൈഡിലേക്കില്ലേ നമ്മൾ വരച്ച് കൊടുത്ത ഐസ്ക്രീമിൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് സ്റ്റിക്കാക്കി കൊടുക്കുക. ഇതാ ഇതുപോലെ സ്റ്റിക്കാക്കി കൊടുക്കുക. എന്നിട്ട് ആ പ്ലാസ്റ്ററിനെ വീണ്ടും കട്ടാക്കണം. അതെങ്ങനെ A4 ഷീറ്റിൽ സൈഡിൽ കാണുന്ന പോലെ കട്ടാക്കിയിട്ടേ അങ്ങനെ പ്ലാസ്റ്ററിലും കുറച്ച് ഇടപെട്ടിട്ട് കട്ടാക്കി കൊടുക്കുക. എന്താ ഇങ്ങനെ അത് നിന്നില്ലെങ്കിൽ നമുക്ക് സൈഡ് സ്റ്റിക്കാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. ഒരു ബട്ടർ പേപ്പർ എടുക്കാം, പെട്ടെന്ന് ഇങ്ങനെ എഴുന്നിട്ട് വരുന്ന പോലത്തെ പേപ്പർ എടുക്കാം. അങ്ങനെ അതാ ഞാൻ എല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ എടുക്കുക, പേപ്പറിലേക്ക് ബുക്കിലേക്ക് ഒട്ടിക്കുക. ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ആക്കി നോക്കിയ 2 സ്പൈഡർമാനാണ് ആ ബുക്കിലുള്ള. അങ്ങനെ ഇതാ നല്ലൊരു സ്റ്റിക്കർ ഇട് റെഡി ആയിട്ടുണ്ട്. ഇത്ര ഈസി എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സ്റ്റിക്കർ ആക്കാൻ. ഇനി ഇത്ര എളുപ്പം നമുക്ക് വേണ്ട പോലത്തെ സ്റ്റിക്കർ ആക്കാം. ഞാൻ റിഷാൻക്ക് ഇതിടെ സ്പൈഡർമാനും റെയിൻബോ എല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ഓനെന്നെ ഒട്ടിക്കുന്നുണ്ട്. കണ്ടില്ല, ഹാപ്പിയാ? സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടാ? അപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ ഇപ്പം നമുക്ക് തന്നെ ആക്കാമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ എന്ത് വേണമെങ്കിൽ വെച്ചിട്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ആക്കുന്ന സ്റ്റിക്കറാണ് നമ്മളെപ്പോഴും മേങ്ങുന്നത് ഷോപ്പിൽ നിന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്റ്റിക്കർ ആക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം.